Hello all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ് എന്നൊരു ഭാഗമാണ്. We have already learned about fundamental analysis. So what is fundamental analysis? It involves assessing short, medium and long range prospects of different industries and companies, which is us studying everything about market, about companies, about the economy, etc., other than trading the security market or other than the trading effects on the securities market. And we haven't discussed about the trading patterns, price movements and all in the fundamental analysis. Now we are going to learn about the technical analysis. Technical analysis എന്താണ്? It is the study of historical stock prices and stock market behavior to identify recurring patterns in the data. അതായത് സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. ഇത് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ഫോക്കാസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഐഡിയയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് 1900 ചാൾസ് ഡൗ എന്ന് പറഞ്ഞ ആൾ ഡൗ തിയറി കൊണ്ടുവന്നതിലൂടെയാണ് ടെക്നിക്കൽ അനാലിസിസ് തുടക്കം വന്നത്. ഇത് നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, അതായത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുന്നതും കുറയുന്നതും നമ്മളങ്ങനെ പല ഗ്രാഫുകളിലൊക്കെ കാണാറുണ്ട് അല്ലേ. ആ പ്രൈസ് മൂവ്മെൻറ്റ്സ്, ട്രേഡിംഗ് വോളിയൂംസ്, പ്രൈസ് എത്ര ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വൺ ഡേ എത്ര ഷെയർസിൻ്റെ പ്രൈസ് കൂടി, എത്ര ഷെയർസിൻ്റെ പ്രൈസ് കുറഞ്ഞു, അങ്ങനെയൊക്കെ നോക്കുന്നതാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. പ്രൈസ് ആക്ഷൻസിനെ നമ്മൾ നന്നായി പഠിക്കുന്നു. അപ്പോൾ ടെക്നിക്കൽ അനലിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് എന്താണെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഈസിലി ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ പ്രൈസ് ട്രെൻഡ്സ്. ഇതിൻ്റെ ബേസിസിൽ ആൻ ഇൻവെസ്റ്റർ ക്യാൻ മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ്. ഇതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ഐഡിയോളജി. In short, we can say that this is a study of market actions primarily through the use of charts for the purpose of forecasting future price trends. നമ്മൾ പറഞ്ഞു പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു പറയുന്നു മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന്. അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡിഫറെൻറ്റ് ചാർട്ട്സ്. ചാർട്ട്സിൽ നമ്മളത് പ്ലോട്ട് ചെയ്യും. നമ്മളതെല്ലാം ഇനി പഠിക്കും. ചാർട്ടിൽ നമ്മളത് പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് മനസ്സിലാവും ഈ ട്രെൻഡ് എങ്ങനെയാണ്. നമുക്കറിയാം വളരെ അധികം നമുക്ക് പറ്റുന്നത് ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. സോ ഈ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രൈസ് കൂടുന്നതാണോ കുറയുകയാണോ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടൊരു അനാലിസിസ് കിട്ടും. അതിൻ്റെ ബേസിസിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എന്നാണ് ഈ ടെക്നിക്കൽ അനാലിസിസിൻ്റെ മെയിൻ കോർ ഐഡിയ. Objectives of technical analysis: to analyze the performance of companies and to predict the future trends in the share prices, which it helps to interpret on whether to buy or sell a particular stock, to suggest the investors in making investment decisions in selected stocks, as well as to study the equity timing of investment. എപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്ന് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ത്രൂ ദ ടെക്നിക്കൽ അനാലിസിസ്. മേജർ എസെൻഷ്യൽസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ഫസ്റ്റ് വൺ, ദ പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. അതാണ് ഫസ്റ്റ് എസെൻഷ്യൽ. അതായത് ടെക്നിക്കൽ അനലിസ്റ്റുകൾ എസ്യൂം ചെയ്യുന്നത് എന്താണെങ്കിൽ മാർക്കറ്റ് എന്ത് ആക്ഷൻസ് വന്നാലും മാർക്കറ്റിൽ എന്ത് സംഭവങ്ങൾ സംഭവിച്ചാലും അതെല്ലാം പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആയിരിക്കും. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, എല്ലാ മാർക്കറ്റ് ഇൻഫോർമേഷൻസും മാർക്കറ്റ് പ്രൈസിൽ ഫുള്ളി റിഫ്ലക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രൈസ് മൂവ്മെൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുമെന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസിൽ അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ അനലിസ്റ്റ് ബിലീവ് ദാറ്റ് നമുക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻസിനെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി.
കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, കാരണം ഓൾ മാർക്കറ്റ് ഇൻഫോർമേഷൻ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് പ്രൈസ് മൂവ്മെന്റ്സിനെ മാത്രം നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്ന് പറയുന്നു. അവർ വിചാരിക്കുന്ന, അവർ ബിലീവ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് ദ കറന്റ് പ്രൈസ് ഫുള്ളി റിഫ്ലെക്ട്സ് ഓൾ ഇൻഫോർമേഷൻ അവൈലബിൾ സോ ഫാർ. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓൾറെഡി നമ്മുടെ എല്ലാ മാർക്കറ്റ് ഇൻഫോർമേഷൻസും പ്രൈസിൽ ക്ലിയർലി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷെയറിൻ്റെ ഫെയർ വാല്യൂ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് നോളേജ് കിട്ടും. ഇൻവെസ്റ്റർക്കായാലും ട്രേഡേഴ്സിനായാലും പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ്, ടെക്നിക്കൽ അനലിസ്റ്റ് എക്സെട്ര, നമുക്ക് എല്ലാവർക്കും ഈ മാർക്കറ്റ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആക്കാൻ പറ്റും. അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് വൺ, ദ പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. ആൻഡ് നെക്സ്റ്റ് അസംപ്ഷൻ ആണ് പ്രൈസസ് മൂവ്സ് ഇൻ ട്രെൻഡ്സ്, വിച്ച് മീൻസ് ദ പ്രൈസസ് ക്രിയേറ്റ് ട്രെൻഡ്. എപ്പോഴും പ്രൈസ് മൂവ് ചെയ്യുന്നത് ട്രെൻഡ്സിലായിരിക്കും. ചിലപ്പോൾ ലോങ് ട്രെൻഡ് ആയിരിക്കാം, ഷോർട്ട് പീരീഡ് ട്രെൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മീഡിയം ടേം ട്രെൻഡ് ആയിരിക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഒരു ട്രെൻഡിൽ മാത്രമാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ലോങ് ടേം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഇപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് പീരീഡിലേക്ക് ഇൻക്രീസ് ചെയ്ത് കുറേ കഴിയുമ്പോൾ ഒരു ലോങ് പീരീഡ് ട്രെൻഡ് ആണ്. അപ്പോൾ വളരെ കാലം അത് കൂടി വന്ന് മാത്രമാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുള്ളൂ. ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻക്രീസിങ് സ്റ്റോക്ക് ആണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാൻ ഞാൻ ഡിക്രീസ് ചെയ്യുക, അതിനാണ് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിക്രീസ് ചെയ്ത് പോകുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അതിനെ സംബന്ധിച്ച് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻക്രീസ് ആവും, അതിനെയാണ് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുക. അപ്പോൾ ലോങ് ടേം ട്രെൻഡ് കാണിക്കുന്ന ഇതാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും. ബട്ട് ചില കമ്പനീസിന്റെ ഷെയർസ് ഡെയിലി ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഭയങ്കര ഈ ഷോർട്ട് ടേം ട്രെൻഡ് ആയിരിക്കും, ഭയങ്കര വളരെയധികം മാറിക്കൊണ്ടിരിക്കും. സിക്സ് ആക്ട് ഫാഷനിൽ മൂവ് ചെയ്യുകയൊക്കെ ഉണ്ടായിരിക്കാം. അതും നമ്മൾ എന്ത് പറയുന്നു? ഒരു ട്രെൻഡ് തന്നെ പറയുന്നു. അപ്പോൾ ആ ഒരു പ്രൈസ് മൂവ്മെന്റിന്റെ ഡയറക്ഷൻ, ഏതെങ്കിലും ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷണൽ മൂവ്മെന്റ് ഇൻ പ്രൈസസിനെയാണ് നമ്മൾ ട്രെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എപ്പോഴും പ്രൈസസ് എപ്പോഴും ഒരു ട്രെൻഡിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ആൻഡ് തേർഡ് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ്. നമ്മൾ പാസ്റ്റ് പ്രൈസ് പഠിച്ചത് കൊണ്ട് എന്താണ് ഗുണമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഫ്യൂച്ചറും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാം ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, റിസ്ക് സീക്കേഴ്സ് ഉണ്ട്, റിസ്ക് എവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് എപ്പോഴും സപ്ലൈ ഡിമാൻഡ് എന്താണ് ഫോഴ്സിന്റെ ഫലമായി പ്രൈസിലെ കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ വരും. അങ്ങനെ ആ ഒരു സപ്ലൈ ഡിമാൻഡ് ഫാക്ടർ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പാസ്റ്റിൽ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഫ്യൂച്ചറിലും അത് റിപ്പീറ്റഡ് ആകുമെന്നാണ് അസംപ്ഷൻ. അതുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസിൽ പറയുന്നത് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് പ്രൈസ് മൂവ്മെന്റ് ഡാറ്റ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ്ലി ഫ്യൂച്ചർ ഡാറ്റ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. മാത്രമല്ല ഈ ഇൻവെസ്റ്റേഴ്സ് പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രീവിയസിൽ അവർ ഏത് ബിഹേവിയർ ആണോ അവർ കാണിച്ചിട്ടുള്ളത്, അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഏത് തരത്തിലാണോ അവർ അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതേ ടൈപ്പിലുള്ള ബിഹേവിയർ തന്നെയായിരിക്കും അവർ ഫ്യൂച്ചറിലും ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും റിപ്പീറ്റിംഗ് ആയിരിക്കും, അതിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ പാസ്റ്റ് പ്രൈസ് മൂവ്മെന്റ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഈസിലി ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്സ് ഓഫ് ദി സ്റ്റോക്ക്. So these are the major essentials of technical analysis. Price discounts everything, price moves in trends, as well as history tends to repeat. Main considerations in technical analysis. First one is price. നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? Changes in price reflects in investor attitude and demand and supply of security. പ്രൈസ് ചേഞ്ചസ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആറ്റിറ്റ്യൂഡും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റീസും ബാധിക്കുന്നതാണ്. അതിനനുസരിച്ചാണ് പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് മൂവ്മെന്റ്സിൽ വരാനെടുക്കുന്ന സമയം, അതിനെയാണ് പ്രൈസ് മൂവ്മെന്റിൽ വരാനുള്ള ഈ പ്രൈസിൽ മൂവ്മെന്റ്സ് വരാനുള്ള ടൈമിനെയാണ്
ഈ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോങ് പീരീഡ് അല്ലെങ്കിൽ ലോങ് ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെൻഡാണ്. ട്രെൻഡ് റിവേഴ്സിൽ കുറച്ച് നാളധികം നീണ്ടു നിന്നിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം, ആ പ്രൈസ് മൂവ്മെന്റിൽ എടുക്കുന്ന സമയം, അതിനാണ് ടൈം. The degree of movements in price is a function of time. Volume. The intensity of price changes is reflected in the volume transactions. അതായത് ഈ പ്രൈസ് ചേഞ്ചസിലുള്ള ഇൻറ്റൻസിറ്റി, വോളിയം, അതായത് വോളിയം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി, ആ ഷെയർസിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അതിനെ വളരെയധികം റിലേറ്റഡ് ആണ്. Breadth. It indicates the price changes have taken place in the market in accordance with a certain overall limit. അതായത് മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബ്രെഡ്ത്ത് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് എന്താണെങ്കിലേ അത് കാണിച്ചു തരുന്നത് പ്രൈസ് ചേഞ്ചസ്, അതായത് എത്രത്തോളം ഓവറോൾ ലിമിറ്റിനനുസരിച്ച് പ്രൈസ് ചേഞ്ചസ് എത്രത്തോളം ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് എന്നാണ്. പ്രൈസ് ചേഞ്ചസ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ദ മാർക്കറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് എ സർട്ടൻ ഓവറോൾ ലിമിറ്റ്. എപ്പോഴും ഒരു ഷെയർ മാർക്കറ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ട് പ്രൈസും ഓപ്പൺ പ്രൈസ് അല്ലെങ്കിൽ ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഓവറോൾ ലിമിറ്റിൽ എത്രത്തോളം മാർക്കറ്റിനോട് റിയാക്ട് ചെയ്ത് ആ പ്രൈസിൽ ചേഞ്ചസ് പോകുന്നുണ്ട് എന്നാണ് ഈ ബ്രെഡ്ത്ത് കാണിക്കുന്നത്. ഇത് 4 ടേംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്: പ്രൈസ്, ടൈം, വോളിയം ആൻഡ് ബ്രെഡ്ത്ത്. അടുത്തതാണ് പ്രൈസ് ഫീൽഡ്സ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്. ഇമ്പോർട്ടൻറ്റ് ടേംസ്, നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഫസ്റ്റ് വൺ ഇസ് ഓപ്പൺ. പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ട്രേഡ് ഫോർ ദ പീരീഡ്. അതായത് ഒരു ദിവസത്തിലെ ഫസ്റ്റ് ട്രേഡിൻ്റെ ആ പ്രൈസിനെയാണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഹൈ. ഹൈയസ്റ്റ് പ്രൈസ് ദാറ്റ് ദ സെക്യൂരിറ്റി ട്രേഡഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതായത് ആ ഒരു പോയിന്റിലായിരിക്കും ബയേഴ്സിനേക്കാൾ അധികം സെല്ലേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് there were more sellers than buyers. അതായത് സെല്ലേഴ്സ് എപ്പോഴും എന്താ ചെയ്യുക? they are willing to sell at higher prices. ഇപ്പോൾ ഹയർ പ്രൈസസിലായിരിക്കും അവർ വിൽക്കാൻ ശ്രമിക്കാം. But high represents the highest price buyers were willing to pay. ഹൈ എന്ന് പറയുന്നത് സെല്ലേഴ്സ് ഹൈ പ്രൈസിൽ വിൽക്കാൻ ട്രൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രൈസും, അതുപോലെ തന്നെ ബയേഴ്സ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ നോക്കുമ്പോൾ ആ പ്രൈസിനെയും ഹൈ ആയിട്ട് വരുന്ന പ്രൈസിനെയാണ് ഹൈ എന്ന് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. ഹൈയസ്റ്റ് പ്രൈസ് ദാറ്റ് ദ സെക്യൂരിറ്റി ട്രേഡഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലോവസ്റ്റ് പ്രൈസ് ദാറ്റ് ദ സെക്യൂരിറ്റി ട്രേഡഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഹൈ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു there were more sellers than buyers എന്ന് പറഞ്ഞു. അപ്പോൾ ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? there were more buyers than sellers. ബയേഴ്സ് ആയിരിക്കും കൂടുതൽ സെല്ലേഴ്സിനേക്കാളും. ഹിയർ എപ്പോഴും ബയേഴ്സ് എങ്ങനെയായിരിക്കും ശ്രമിക്കുക? ഹൈ പ്രൈസിന് വാങ്ങിക്കാനല്ല, എപ്പോഴും ലോ പ്രൈസിന് വാങ്ങിക്കാനാണ് ബയേഴ്സ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ലോ റെപ്രസെൻറ്റ്സ് ലോവസ്റ്റ് പ്രൈസ് സെല്ലേഴ്സ് were willing to accept. ലോവസ്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ അവർ കോട്ട് ചെയ്യുമ്പോൾ ആ ലോവസ്റ്റ് പ്രൈസിന് സെല് ചെയ്യാൻ നിൽക്കുന്ന ആ സെല്ലേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് ലോ. ദെൻ ക്ലോസ്. This is the last price that the security traded during that period. ക്ലോസ് ചെയ്യുമ്പോൾ ടൈമിൽ വരുന്ന പ്രൈസിനാണ് ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number of shares that were traded during that period. Quantity. Open interest. It is the total number of outstanding contracts. നമുക്ക് പറയാം the total number of derivatives held by the market participants at the end of the trading day. ഒരു ട്രേഡിംഗ് ഡേയുടെ അവസാനം മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അതായത് ഇൻവെസ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ കയ്യിലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൻ്റെ ടോട്ടൽ നമ്പറിനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവർ ഓൾറെഡി പർച്ചേസ് ഡെറിവേറ്റീവ്സ് ആണ്, ഇപ്പോൾ ഓൾറെഡി കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ കൗണ്ടർ പാർട്ടി ഒരിക്കലും ഒരു പാർട്ടി അത് റേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റേ കൗണ്ടർ പാർട്ടി അത് സെല് ചെയ്യുകയോ അത് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ദ ഔട്ട്സ്റ്റാൻഡിങ് നമ്പർ ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിന് പറയുന്നതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ദെൻ ബിഡ്. ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൈസ് എ മാർക്കറ്റ് മേക്കർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ എ സെക്യൂരിറ്റി. അതായത് ഒരു ഷെയറിൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ സെല്ലറിന് റിസീവ് ചെയ്യുന്ന പ്രൈസ്, അതിനാണ് ബിഡ് എന്ന് പറയുന്നത്. ആസ്ക്.
the price a market maker is willing to accept. അതായത് ഒരു സെക്യൂരിറ്റി വാങ്ങിക്കാൻ നമ്മൾ കൊടുക്കുന്ന പ്രൈസ്, അതിനാണ് ആസ്ക് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ഫീൽഡ്സ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്: ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, വോളിയം, ഓപ്പൺ ഇൻട്രസ്റ്റ്, ബിഡ് ആൻഡ് ആസ്ക്. ഇതിപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. then നമുക്ക് നോക്കാം what are the advantages of technical analysis. First one, it is focused on price. Price movements में focused ആണ് technical analysis. അല്ലേ? ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എപ്പോഴും പറഞ്ഞു പ്രൈസ് മൂവ്മെന്റ്സിനെ മാത്രം ഡിവൈഡ് ചെയ്യുന്നു, പ്രൈസ് ആക്ഷൻസിനെ മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഫ്യൂച്ചറിലെ പ്രൈസ് മൂവ്മെന്റ്സ് ഫോക്കസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ പ്രൈസ്. സപ്ലൈ, ഡിമാൻഡ് ആൻഡ് പ്രൈസ് ആക്ഷൻ. അതായത് ഈ നമ്മൾ ഇതിൽ പല ടേംസും പറഞ്ഞു, ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ് ഒക്കെ പറഞ്ഞു. പലപ്പോഴും ഈ ഒരു പ്രൈസ് ആക്ഷൻ ഓഫ് സെക്യൂരിറ്റി അനലൈസ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ അനാലിസിസ് കളക്ട് ചെയ്യുന്നു. അങ്ങനത്തെ ബേസിസിലാണ് മനസ്സിലാക്കുന്നത് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സപ്ലൈയും ഡിമാൻഡിൻ്റെയും റിസൾട്ട് ആയിട്ടാണ് പ്രൈസ് മൂവ്മെൻറ്റ്സിൽ ഇത്രയും ഒരു ഫ്ലക്ച്വേഷൻസ് വരുന്നത്. സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ്. Chart analysis helps us to identify support and resistance level. സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും മനസ്സിലാക്കാൻ ചാർട്ട് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഈ ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പീരീഡ് പഠിക്കും. അതായത് നമ്മളിതിൽ പഠിക്കുന്നത് എന്താണെങ്കിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞു. ആ ഒരു റേഞ്ചിന് കടന്നു കഴിഞ്ഞാൽ, ഒരു അപ്പർ ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് ചിലപ്പോൾ സപ്ലൈ കൂടുതൽ, ഡിമാൻഡ് കൂടുതൽ, അങ്ങനെ കാര്യമായിരിക്കും. ഇപ്പോൾ അപ്പർ ലിമിറ്റിനേക്കാളും കൂടുകയാണ് ഒറിജിനൽ പ്രൈസ് എന്ന് വെച്ചാൽ അതിനർത്ഥം ഡിമാൻഡ് ഇസ് ഡോമിനേറ്റിംഗ് ദ, ഡിമാൻഡാണ് കൂടുതൽ എന്നർത്ഥം. ആൻഡ് ഇഫ് പ്രൈസസ് മൂവ്സ് ബിലോ ദി ലോവർ ബാൻഡ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ആണെങ്കിൽ ദെൻ സപ്ലൈ ഈസ് ഡോമിനേറ്റിംഗ്, സപ്ലൈ ആണ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. അപ്പർ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ വിച്ച് മീൻസ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. നമ്മുടെ ലോവർ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. പിക്ടോറിയൽ പ്രൈസ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു, ചാർട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത്. എപ്പോഴും നമ്മളൊരു ടാബുലർ ഫോമിനേക്കാളും വളരെയധികം ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാർട്ട്സ് ഫോമിലാണ്. ഇതും അങ്ങനെ തന്നെ ചാർട്ട്സ് ഫോമിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ചാർട്ടിലാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആദ്യം തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഏറ്റവും സ്ട്രെച്ചിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എവിടെയെങ്കിലും ലോ വന്നിട്ടുണ്ടോ, വോളിയം, ഓപ്പൺ, ഹൈ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര വോളറ്റാലിറ്റി വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂ എക്കണോമിക് പോളിസി വന്നു NEP അല്ലേ, അപ്പോൾ അത് വന്നപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, സ്റ്റോക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, അങ്ങനെ ഒരു വളരെ ഈസിയായിട്ട് റിയാക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പിക്ടോറിയൽ പ്രൈസ് ഹിസ്റ്ററി. ദെൻ അസിസ്റ്റ് വിത്ത് എൻട്രി പോയിന്റ്. അതായത് ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് വാങ്ങിക്കണം, വാട്ട് ടു ബൈ എന്നൊരു ഡിസിഷൻ മേക്കിങ്ങിനാണ്. കാരണം നമുക്കറിയാം നമ്മളെപ്പോഴും ഫണ്ടമെന്റൽ അനാലിസിസ് പറഞ്ഞു, എക്കണോമിക് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആസ് വെൽ ആസ് കമ്പനി അനാലിസിസ്, EIC. അത് ഓരോ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം എന്നാണ് പറഞ്ഞു തരുന്നതെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞു തരുന്നത് വെൻ ടു ബൈ, എപ്പോൾ വാങ്ങിക്കണം, എപ്പോഴാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, എപ്പോഴാണ് സപ്ലൈ ഉള്ളത്. ഡിമാൻഡ് ഉള്ളതിനാണ് സപ്പോർട്ട് എന്ന് പറയാം, സപ്ലൈ ലെവൽസിനാണ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയാം. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞു തരും. ചാർട്ടിംഗ് ഇസ് ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ്. ചാർട്ടിംഗ് വളരെ ഈസിയാണ്, കുറച്ചുകൂടി നമുക്ക് ഈസിലി പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻഎക്സ്പെൻസീവ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് അക്കൗണ്ടിങ് പ്രോബ്ലംസ്. അതായത് കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസോ അധികമൊന്നും ഇങ്ങനെ ചാർട്ട് പ്രിപ്പറേഷൻ വരുന്നില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് അക്കൗണ്ടിങ് പ്രോബ്ലംസ്. ഹെൽപ്ഫുൾ ഫോർ ഷോർട്ട് ടേം ട്രേഡേഴ്സ് ആൻഡ് സ്പെക്കുലേറ്റേഴ്സ്. ഷോർട്ട് ടേം ട്രേഡേഴ്സിനും സ്പെക്കുലേറ്റേഴ്സിനും വേഗം തന്നെ കാര്യം മനസ്സിലാക്കുക. അതായത് അവർക്കാണ് പ്രൈസ് മൂവ്മെൻറ്റ്സിൽ വളരെയധികം മനസ്സിലാക്കേണ്ട ആൾക്കാർ. കാരണം അവരാണ് ആ ഷോർട്ട് ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്, ഈ ഷോർട്ട് ടേം ട്രേഡേഴ്സും സ്പെക്കുലേറ്റേഴ്സും. ലോങ് ടേം ട്രേഡേഴ്സ് അങ്ങനെയല്ല, അവർ ഒരിക്കൽ പർച്ചേസ് ചെയ്താൽ ഒരു 3 to 5 years അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്. ഷോർട്ട് ടേം ട്രേഡേഴ്സും സ്പെക്കുലേറ്റേഴ്സാണ് പ്രൈസ് ഫ്ലക്ച്വേഷനിൽ നിന്ന് money making. So the technical analysis is very helpful
for short-term traders and speculators. And final one, it can be used on any markets and on any underlying assets. In derivative contracts ayalo angella any market and any underlying assets നമുക്ക് technical analysis use ചെയ്യാൻ പറ്റും. These are the important advantages of technical analysis. Focus on price, supply, demand and price actions, support or resistance, pictorial price history, assist with entry points, charting is quick and inexpensive, it does not involve accounting problems, helpful for short-term traders and speculators, it can be used on any markets and on any underlying assets. ഇനി ഇതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഇനി ക്രിറ്റിസിസംസ് ഉണ്ടോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബയാസ് ഓഫ് അനലിസ്റ്റ്. ഇതും സബ്ജക്റ്റീവ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് സബ്ജക്റ്റീവ് ആണ്. അതായത് ഓരോ അനലിസ്റ്റുകളുടെയും എന്താണ് മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും അവരത് അനലൈസ് ചെയ്യുന്നത്, ആ ചാർട്ടിനെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്രയും നമുക്ക് 100% ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ ഒരു എന്താണ് എപ്പോഴും കൂടുതലായിട്ട് ഒരു എന്താണ് റിസ്ക് എവേഴ്സ് ആയിട്ടുള്ള അനലിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു കുറഞ്ഞു വരുന്ന ട്രെൻഡ് കാണുമ്പോഴേക്കും അതൊരു നെഗറ്റീവ് ആണെന്ന് കണക്ക് കൂട്ടാം. പക്ഷേ റിസ്ക് ടേക്കറിനെ സംബന്ധിച്ച് അയാൾ അങ്ങനെ ആയിരിക്കില്ല ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. The method of interpretations are more or less standardized. അതായത് ഓരോരുത്തരും ഓരോ അനലിസ്റ്റും അവർക്ക് തന്ന തരത്തിലായിരിക്കും അതിനെ ആ ഒരു ചാർട്ടിനെ അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റേഷൻസ് വരുന്നത്. അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഒരു ഇൻവെസ്റ്റർക്ക് ആ ഒരു അനലിസ്റ്റിൻ്റെ ഐഡിയോളജി ചിലപ്പോൾ ശരിയായിരിക്കണമെന്ന് തോന്നുന്നില്ല. ലേറ്റ് എക്സസൈസ്. നമ്മളിവിടെ പറയുന്നത് എന്താണ് പാസ്റ്റ് നടന്ന കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന് പറയുന്നത്. അത് തന്നെ നമുക്കത് എപ്പോഴും ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ലേറ്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സസൈസ് ആണ് എന്നുള്ളത്. അതായത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറിൽ എപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എപ്പോഴും നമുക്കറിയാം ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴും പറയുമ്പോൾ പറയും ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കോവിഡ് തന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഇവൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമുക്ക് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് പഠിച്ച് ഫ്യൂച്ചർ തിങ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആബ്സെൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ലെവൽസ്. അതായത് ഈവൻ ആഫ്റ്റർ എ ന്യൂ ട്രെൻഡ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്. ഒരു പുതിയ ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എത്ര നാളെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴാണ് ട്രെൻഡ് റിവേഴ്സൽ വരാമെന്നോ അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് ഈ ചാർട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതായത് എപ്പോഴാണ് അടുത്ത ലെവലിലേക്ക് കടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞു തരുന്നില്ല. ഇതെല്ലാം നമ്മുടെ ലിസ്റ്റിൻ്റെ സബ്ജക്റ്റീവ് ആയിട്ടിരിക്കും. അതായത് അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. എല്ലാ ടെക്നിക്കൽ സിഗ്നൽസും പാറ്റേൺസും എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റോക്കുകൾക്കും അത് നമുക്ക് എന്താണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമുക്കറിയാം നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ബട്ട് ഇതെപ്പോഴും എല്ലാം നമുക്ക് മാച്ച് ആവണമെന്നില്ല. അതൊരു യൂണിഫോമിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. അതിന് ടെക്നിക്കൽ അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾസ് യൂണിഫോം ആണെങ്കിലും യൂണിഫോമിറ്റി അതായത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളതെങ്കിലും ഓരോ സെക്യൂരിറ്റിക്കും ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് എപ്പോഴും എല്ലാ പാറ്റേൺസും സിഗ്നൽസും ഒരേപോലെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ്. ഡിഫിക്കൽട്ട് ടു ചൂസ് ദ ബെസ്റ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ. അത് ഏത് ചൂസ് ചെയ്യണമെന്ന് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് ചാർട്ട്സ് റിലേറ്റഡ് ഉണ്ട്. പലതരത്തിലുള്ള ബാർ ചാർട്ടും ലൈൻ ചാർട്ട്, സപ്പോർട്ട് ലെവൽ അനാലിസിസ്, റെക്ടാങ്കിൾ, വെഡ്ജ്, മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള മൂവിങ് ആവറേജസ്, ഓസിലേറ്റേഴ്സ്, MACD അങ്ങനെ പറഞ്ഞിട്ടുള്ള പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതിൽ ഏതാണ് ബെസ്റ്റ് വൺ എന്ന് ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേജർ ക്രിറ്റിസിസംസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റഡ് യൂസിങ് വാരിയസ് എക്കണോമിക് ഫാക്ടേഴ്സ്. Whereas in case of technical analysis, it uses price movements and patterns on charts to predict future price movements.
ഈ ഫണ്ടമെന്റൽ അനാലിസിസിന് ഡാറ്റ എടുക്കുന്നത് ഇറ്റ് ഈസ് ഫ്രം എക്കണോമിക് റിപ്പോർട്ട്സ്, ന്യൂസ്, ഇവന്റ്സ്, ഇൻഡസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. വെയറാസ് ഫോർ conducting the technical analysis, the data will be taken from chart. Charts ആണ് ചാർട്ട് അനാലിസിസ് ആണ് നടത്തുന്നത്. ഇനി സ്റ്റോക്ക് സെല്ലിങ് ബോട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. when prices falls below or above intrinsic value, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ ഇക്വിറ്റി വാല്യുവേഷൻസ് ഒക്കെ നോക്കി പഠിച്ചു. ഇനി ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ് ആ ഒരു ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ്, പ്രൈസ് ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഷെയർ പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് ആണെങ്കിൽ യൂഷ്വലി ലോങ് ടേം പൊസിഷൻ ട്രേഡേഴ്സ് ആണ് അത് പ്രിഫർ ചെയ്യുന്നത്. whereas swing traders as well as short term day traders will prefer the technical analysis. At time horizon, ഫണ്ടമെന്റൽ അനാലിസിസിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഹോൾഡിംഗ് ഫോർ ഡേയ്സ്, വീക്സ് ഓർ ഈവൻ മന്ത്സ്. ടെക്നിക്കൽ അനാലിസിസിൽ എന്ത് പറയുന്നു, ലോങ് ടേം ആയിരിക്കാം, ബട്ട് ഇവിടെ കൂടുതൽ ഇൻട്രാ ട്രേഡ്, അതായത് വൺ ഡേ ട്രേഡ്, വിത്തിൻ വൺ ഡേ മോർണിംഗ് വാങ്ങിച്ച് ഈവനിങ്ങിനുള്ളിൽ സെൽ ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ഷോർട്ട് ടേം ട്രേഡേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് പ്രിഫർ ചെയ്യുക. കോൺസെപ്റ്റ്സ് യൂട്ടിലൈസ്ഡ്, റിപ്പോർട്ട് എക്സ്പെക്ടേഷൻസ് വേഴ്സസ് ആക്ച്വൽ ഔട്ട്കംസ്, കറന്റ് ന്യൂസ് ഇവന്റ്സ് കമ്പയർഡ് ടു ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. അതായത് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ, ന്യൂസ് റിപ്പോർട്ട്സ്, അവരുടെ കമ്പനിയുടെ ജേർണൽസ്, ആനുവൽ റിപ്പോർട്ട്സ്, ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, കാര്യങ്ങളെല്ലാം ആയിരിക്കും അവർ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യും. വേറെ ടെക്നിക്കൽ അനാലിസിസിലാണെങ്കിൽ എങ്ങനെയാണ് ട്രെൻഡ് ലൈൻസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഡൗ തിയറി, പ്രൈസ് പാറ്റേൺ, അതർ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എക്സെട്ര, അതെല്ലാമായിരിക്കും ഒരു ടെക്നിക്കൽ അനലിസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. So these are the difference between fundamental analysis and technical analysis. അപ്പോൾ in short നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ്. താങ്ക് യു.